ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേസെടുത്ത് അന്വേഷണം വേണമെന്ന ഹർജിയിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം മുദ്രവെച്ച കവറിൽ ഹാജരാക്കണം. വനിതാ കമ്മീഷനെയും സ്വമേധയാ കക്ഷി ചേർത്തു. സ്വമേധയാ കേസെടുക്കുന്നതിൽ നിയമ തടസ്സമില്ല എന്ന് മന്ത്രി KN ബാലഗോപാൽ. റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് ഗുരുതര കുറ്റമെന്ന് പ്രതിപക്ഷ നേതാവ്. കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ സുപ്രീം കോടതി. അന്വേഷണം തുടക്കം മുതൽ സംശയാസ്പദമായ രീതിയിൽ. സമരം അവസാനിപ്പിച്ച് ജോലിയിൽ പ്രവേശിക്കാൻ ഡോക്ടർമാർക്ക് കോടതിയുടെ നിർദ്ദേശം. കർമ്മസേനയിൽ ഡോക്ടർമാരുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്താനും കോടതി. കഴക്കൂട്ടത്തു നിന്ന് കാണാതായ 13-കാരിയെ തിരിച്ചെത്തിക്കാൻ പോലീസ് സംഘം വിശാഖപട്ടണത്തേക്ക്. നാളെ കേരളത്തിലെത്തിക്കും. കുട്ടി നിലവിൽ RPFന്റെ സംരക്ഷണയിൽ. സംസ്ഥാനത്ത് ശമനമില്ലാതെ പകർച്ചവ്യാധികൾ. ഈ മാസം എലിപ്പനി ബാധിച്ച് മരിച്ചത് 20 പേർ. 8 മാസത്തിനിടെയുള്ള എലിപ്പനി മരണം 116 എന്നും ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ. ഇടുക്കി ബൈസൺ വാലിയിൽ അതീവ പരിസ്ഥിതി ലോല മേഖലയിൽ അനധികൃത നിർമ്മാണം. ചൊക്രമുടി മലനിരകളിൽ നിന്ന് മുറിച്ചു കടത്തിയത് ആയിരക്കണക്കിന് മരങ്ങൾ. മലയിടിച്ച് നിരത്തി കിലോമീറ്ററുകൾ റോഡ് നിർമ്മിച്ചു. പരാതികൾ ലഭിച്ചിട്ടും കണ്ടില്ല എന്നടിച്ച് റവന്യൂ അധികൃതർ. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയോദയം. തമിഴക വെട്രിക്കഴകത്തിന്റെ പതാകയും ഗാനവുമായി വിജയ്. ചെന്നൈയിലെ പാർട്ടി ആസ്ഥാനത്ത് വിജയ് പതാക ഉയർത്തി ഔദ്യോഗിക ഗാനവും പുറത്തിറങ്ങി.